ഹായ് എവരി വൺ. ഇന്ന് ഞാൻ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലെസൺ പ്ലാനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇതിനെ ഒരു 4 ഘട്ടങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ലെസൺ പ്ലാന്. ഫസ്റ്റ് വൺ ഈസ് പ്രിലിമിനറി ഡീറ്റെയിൽസ്. ഈ പ്രിലിമിനറി ഡീറ്റെയിൽസിൽ വരുന്നത് നെയിം ഓഫ് ദ ടീച്ചർ, നെയിം ഓഫ് ദ സബ്ജക്റ്റ്, നെയിം ഓഫ് ദ ടോപ്പിക്, ക്ലാസ്, ടൈം, ഡേറ്റ് ആണ്. അപ്പോൾ നെയിം ഓഫ് ദ ടീച്ചറിൽ നിങ്ങളുടെ പേര് എഴുതുക. നെയിം ഓഫ് ദ സബ്ജക്റ്റ്, ഇപ്പം നിങ്ങൾ ഏത് സബ്ജക്റ്റാണോ പഠിപ്പിക്കുന്നത് അത് ഏതാണെന്ന് വെച്ച് എഴുതുക. ഇപ്പോൾ ഇവിടെ EVS ആണ് ഞാൻ പറഞ്ഞു. അപ്പോൾ EVS. നെയിം ഓഫ് ദ ടോപ്പിക്, ഞാൻ ഇന്ന് എടുക്കുന്നത് EVSൽ ഡൊമസ്റ്റിക് അനിമൽസ് ആണ്. അപ്പോൾ ഇവിടെ ഡൊമസ്റ്റിക് അനിമൽസ് എഴുതി. ക്ലാസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, ടൈം 45 മിനിറ്റ്സ്, ഡേറ്റ് ഏത് ദിവസമാണോ നിങ്ങൾ ക്ലാസ് എടുക്കുന്നത് ആ ദിവസത്തെ ഡേറ്റ് എഴുതുക. അപ്പോൾ നമ്മുടെ അപ്ഡേറ്റഡ് വേർഷൻ ആയതിൻ്റെ അകത്ത് തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ കണ്ടൻറ് എന്നുള്ള സ്ഥലത്ത് എന്താണ് തീം എന്നാണ് പറയുന്നത്. കണ്ടൻറ് എന്നുള്ള സമയത്ത് നമ്മൾ കഴിഞ്ഞ ബാച്ചിൽ ലെസൺ പ്ലാനിലൊക്കെ നമ്മൾ കണ്ടൻറ് എന്നാണ് എഴുതിയത്. അപ്പോൾ ഇവിടെ എന്താണ് തീമാണ്. അപ്പോൾ നമ്മുടെ തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് അനിമൽസ് ആണ്. ഡൊമസ്റ്റിക് അനിമൽസ് എന്താണെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ തീമിൽ കൊടുക്കുന്നത്. എന്താണ് ഇപ്പം നമുക്ക് ഡൊമസ്റ്റിക് അനിമൽസിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് വാട്ടർ അനിമൽസ് കൊടുക്കാം. അപ്പോൾ എന്താണ് വാട്ടർ അനിമൽസ്, ദ ഡെഫിനിഷനാണ് നമ്മൾ തീമിൽ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് അനിമൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡൊമസ്റ്റിക് അനിമൽസ് റെഫേഴ്സ് ടു വിച്ച് അനിമൽസ് ആർ യൂസ്ഫുൾ ടു ഹ്യൂമൻ ബീയിങ് ദാറ്റ് ഹാവ് ബീൻ ആൻഡ് യൂസ് കമ്പാനിയൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. ഇതാണ് ഇതിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ അക്വാട്ടിക് അനിമൽസ് ആണെങ്കിൽ ദ അനിമൽസ് ദാറ്റ് ലിവ്സ് ഇൻ ദ വാട്ടർ ആർ കോൾഡ് അക്വാട്ടിക് അനിമൽസ് നമുക്ക് കൊടുക്കാം. ഓക്കെ. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ ലേണിംഗ് ഔട്ട്കം. ഇതിൽ നിന്ന് കുട്ടിക്ക് എന്തെല്ലാം കിട്ടി, കുട്ടി എന്തെല്ലാം പഠിച്ചു. അപ്പോൾ നമുക്ക് കൊടുക്കുന്നത് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഐഡൻറ്റിഫൈ ഡിഫറെൻറ്റ് ഡൊമസ്റ്റിക് അനിമൽസ്. പലതരത്തിലുള്ള ഡൊമസ്റ്റിക് അനിമൽസിനെ കുട്ടികൾ മനസ്സിലാക്കുകയും അത് എന്താണെന്ന് തിരിച്ചറിയുകയും പഠിച്ചു. ദെൻ ടു അനലൈസ് ദ ബേസിക് അനിമൽസ് ബിഹേവിയർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓരോ അനിമൽസിൻ്റെയും ബിഹേവിയർ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവർക്കുടെ സ്വഭാവ വിശേഷങ്ങൾ എങ്ങനെയാണ്, അതെല്ലാം നമുക്ക് കുട്ടികളിൽ എത്തിക്കാൻ പറ്റും. ടു അനലൈസ് ദ അവയർനെസ് അബൌട്ട് ദ എൻവയോൺമെൻറ്റ് ആൻഡ് അവർ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ എൻവയോൺമെൻറ്റ്, നമ്മുടെ പരിസ്ഥിതി, നമ്മുടെ ചുറ്റുപാടും എങ്ങനെയാണെന്നും നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എങ്ങനെയായിരിക്കണമെന്നും ആണ് കുട്ടികൾ മനസ്സിലാക്കിയിരിക്കും. ദെൻ നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ കൺസെപ്റ്റ് ഓർ കോംപ്രിഹെൻഷൻ. ഈ പറഞ്ഞ ഡൊമസ്റ്റിക് അനിമൽസിലെ കൺസെപ്റ്റ്. നെക്സ്റ്റ് ഈസ് അബൌട്ട് കൺസെപ്റ്റ് ആൻഡ് കോംപ്രിഹെൻഷൻ. അതായത് ക്ലാസിഫിക്കേഷൻ അനിമൽസിനെ പല രീതിയിൽ തരംതിരിക്കാമെന്നും അതിൻ്റെ കോമൺ ക്യാരക്ടേഴ്സ് ഓഫ് അനിമൽസ്, അതായത് മാമൽസ് ആണോ എന്ന സസ്തനികളാണോ അല്ലാത്തതാണോ എന്നൊക്കെയാണ് ഈ പറയുന്ന കൺസെപ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ സ്കിൽസ്. സ്കിൽസ് എന്ന് വെച്ചാൽ എന്താ, ഡെവലപ്മെൻറ്റ്സ്. പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് കുട്ടികൾക്ക് സാധ്യമാകും. അത് ഏതെല്ലാമാണെന്നാണ് നമ്മൾ നോക്കുന്നത്. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ് ഈസ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താ, കുട്ടികൾ പല വൊക്കാബുലറി ബിൽഡപ്പ് ചെയ്യുകയാണ് അല്ലേ. കുട്ടികൾ പല വേർഡ്സുകൾ പറയുന്നു, പലത് കേൾക്കുന്നു, എന്താണ്. അപ്പോൾ കുട്ടികളിൽ കുറേ വേർഡ്സും സെൻറ്റൻസുകളൊക്കെ മനസ്സിലാകുന്നതോടുകൂടി വൊക്കാബുലറി ബിൽഡിംഗ് ആണ്. ദെൻ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്സ് സാധ്യമാകും. ദെൻ ഒബ്സർവേഷൻ സ്കിൽസ്. കുട്ടികളുടെ ചുറ്റുപാടുമായിട്ട് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റുമായിട്ട് എന്തെല്ലാം ഉണ്ട് എന്ന് അവർക്കുടെ സറൗണ്ടിങ്സ് നിരീക്ഷിക്കാനോ അതിലൂടെ ഒരു അനിമൽസിനെ എങ്ങനെ കീപ്പ് ചെയ്യാം, അതിലൂടെയാണ് അവർക്കുടെ സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെൻറ്റ്സ് സാധ്യമാവുന്നത്. ദെൻ വാല്യൂസ്. വാല്യൂസ് എന്ന് വെച്ചാൽ മോറൽസ്. എന്തെല്ലാം മൂല്യങ്ങളാണ് കുട്ടികളിൽ ഈ ഒരു ടോപ്പിക്ക് പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികളിൽ എത്തിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ അത് കമ്പാനിയൻഷിപ്പ്, അതായത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ അവർക്കുടെ റെസ്പോൺസിബിലിറ്റി, ചുമതലകൾ എന്താണ്, അവർക്ക് എമ്പതി എന്ന് വെച്ചാൽ ആ അനിമലോട് ഒരു അനുകമ്പ, ആ മനോഭാവം ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുട്ടികളിൽ ഉണ്ടാവുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് ഒരു മൃഗങ്ങളത്തിനോട് തോന്നുന്ന ഒരു കരുണ, ദയ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വാല്യൂസിൽ ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ദ ടീച്ചിങ് എയ്ഡ്സ് ഓർ ലേണിംഗ് എയ്ഡ്സ്. അപ്പോൾ ലേണിംഗ് എയ്ഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ടീച്ചിങ് എയ്ഡ്സ്. ഈ ഒരു അനിമൽസിനെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണോ യൂസ് ചെയ്യുന്നത്, നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്തെല്ലാം, അതിന് ടീച്ചിങ് എയ്ഡ്സിലും ലേണിംഗ് എയ്ഡ്സിലാണ്. പപ്പറ്റ്സ്, പിക്ചേഴ്സ്, ബ്ലാക്ക് ബോർഡ്, ടെക്സ്റ്റ് ബുക്ക്, ഇതെല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ പ്രീവിയസ്. ഇതിൽ നിന്ന് എന്തിനെക്കുറിച്ച് എന്തറിവാണ് ഉള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റും.
എന്നാൽ നമ്മളപ്പോൾ കുട്ടികളോട് ചോദിക്കേണ്ടത് ഇതിൽ മുമ്പ് നിങ്ങൾ കണ്ടിട്ടുള്ള നിങ്ങളുടെ ചുറ്റുപാടും കണ്ടിട്ടുള്ള ഡൊമസ്റ്റിക് അനിമൽസിൻ്റെ പേരെന്തൊക്കെയാണ്, അതിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ദെൻ ലേണിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ പഠനത്തിന് ഉപയോഗമായിട്ടുള്ള. അപ്പോൾ ആദ്യമേ നമ്മുടെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഇൻഫോർമൽ ടോക്സ്, മറ്റ് വാമപ്പ് എക്സസൈസുകളും ഒക്കെ കൊടുക്കുന്നു. അതെല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. അപ്പോൾ അതിന് ശേഷം ക്ലാസ്സിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഒരു റൈം ആണെങ്കിൽ ആ റൈമിനെ കുറിച്ച് നന്നായി വിശദമായിട്ട് എഴുതുക. അപ്പോൾ നമ്മൾ കുട്ടികളോട് ചോദിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാണോ റൈം പഠിക്കാൻ, എന്ത് റൈമാണ് എന്നുള്ള ഓരോ റൈമും റിപ്പീറ്റ് ചെയ്ത് കുട്ടികൾക്ക് ആ ഒരു റൈമിൻ്റെ ഓരോ സെൻറ്റൻസുകളും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കുക. അതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ. ഇനി സെക്കൻഡ് ആക്ടിവിറ്റിയിൽ നമുക്ക് പറയാം, നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പിനോട് ഓരോ അനിമൽസിൻ്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാനും മറ്റേ ഗ്രൂപ്പുകാർ അത് ഏത് അനിമൽസ് ആണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുക. ദെൻ തേർഡ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പഠനത്തെ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വർക്ക്ഷീറ്റുകൾ കൊടുക്കുക, മാച്ച് ദ ഫോളോയിങ്, ഐഡൻറ്റിഫിക്കേഷൻ, അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. അതാണ് ആക്ടിവിറ്റി 3 എന്ന് പറയുന്നത്. ദെൻ ഫോളോ അപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്നിടത്ത് ദെൻ നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ദ ഫോളോ അപ്പ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ചെയ്യാനായിട്ടുള്ള ഹോം വർക്ക്സ് അല്ലെങ്കിൽ അസൈൻമെൻറ്റ്സ് ആണ് ഫോളോ അപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിൽ നമുക്ക് പിക്ചേഴ്സ് ഒട്ടിച്ചുകൊണ്ട് വരാൻ പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ്സുള്ള 3 അനിമൽസിന് നെയിംസ് കണ്ടുപിടിച്ചിട്ട് വരാൻ പറയാം. ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഇനിയുള്ള ലെസൺ പ്ലാൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. താങ്ക് യു.